എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇറക്കിയിട്ടില്ല കേട്ടോ. അത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ മണിക്കുട്ടിക്ക് സുഖമില്ലാതെയായി. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരലും അതിൻ്റെയൊക്കെ ഒരു തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു 3 ദിവസത്തിന് ശേഷമാണ് ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവൾക്ക് എന്താ പറ്റിയെന്നുള്ളതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മണിക്കുട്ടിക്ക് ഇതിനിടെ തീരെ സുഖമില്ലാതെയായിട്ടാണ്. 3 ദിവസം, ആദ്യത്തെ ഒരു ദിവസം നല്ല അസുഖം, നല്ല കിടപ്പ് തന്നെയായിരുന്നു. അവൾ കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തി. 2ാമത്തെ ദിവസം ആകുമ്പോഴേക്കും കുറച്ച് ബെറ്ററായി. 3ാമത്തെ ദിവസം ആകുമ്പോഴേക്കും പിന്നെ നോർമലായി. ഇപ്പോൾ അവൾ ഓക്കെയാണ്. ഇപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ്. അവളെ ഉക്രൂന് പേവിഷം ഇളകാതിരിക്കാനുള്ള ആ വാക്സിൻ കൊടുക്കാൻ വേണ്ടി ഞാൻ നടത്തിക്കൊണ്ട് പോയില്ലേ ഞങ്ങളുടെ അടുത്തുള്ളൊരു ക്ലിനിക്കിലേക്ക്. അവളും ഓടിച്ചാടി തുള്ളി എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും വാക്സിൻ കൊടുത്തു. വാക്സിൻ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് നടന്ന് തന്നെ പോന്നു. ഞങ്ങൾ 2-3 ആളും കൂടിയിട്ട്, ഞാനും ഉക്രപ്പനും മണിക്കുട്ടിയും കൂടിയിട്ട്. വീട്ടിലെത്തിയിട്ട് അവൾക്ക് അന്ന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാലും ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അവൾ ഭക്ഷണം കഴിച്ചില്ല കേട്ടോ. വന്നിട്ട് അന്ന് തീരെ ഭക്ഷണം കഴിച്ചില്ല. പിറ്റേ ദിവസം രാവിലെയും ഭക്ഷണം കൊടുത്തപ്പോഴും ഭക്ഷണം കഴിച്ചില്ല. പക്ഷേ പിറ്റേ ദിവസം അവൾക്ക് ചെറിയ ക്ഷീണം കൂടി വന്നു. ഒരു ഉച്ചയോട് കൂടിയിട്ട് പിന്നെ അവൾക്ക് കിടന്നുടത്തുന്ന എനിക്കാതെയായി. അവളുടെ കണ്ണൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പോയി. തല ഇങ്ങനെ എപ്പോഴും മുകളിലേക്ക് ഇങ്ങനെ പിടിച്ച് മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. കണ്ണിൻ്റെ ഉണ്ണിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെയായി. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ആയി. ഒരു 3 മണിയാകുമ്പോഴേക്കും പിന്നെ അവൾ കിടപ്പായി. കണ്ണ് തുറക്കുന്നില്ല, കിടപ്പ് തന്നെ. പിന്നെ ശ്വാസം വലിക്കുന്നതൊക്കെ ഭയങ്കര സൗണ്ടായി തുടങ്ങി. ഇങ്ങനെ വലിവ് പോലെ, നമ്മളിപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര സൗണ്ടിൽ അവൾ ശ്വാസം വലിച്ചിടന്നത്. അങ്ങനെയൊക്കെ ആയി. കണ്ണ് തുറക്കുന്നില്ല, അവൾക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഒരു സ്ഥലത്തു നിന്ന് പിന്നെ ഞാൻ എടുത്തിട്ട് വേണം മറ്റൊരു സ്ഥലത്തേക്ക് കിടത്താനൊക്കെ ആയിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ആയിട്ട് അവൾക്ക്. അപ്പോൾ പിന്നെ ഞാൻ ആ വാക്സിൻ കൊടുത്ത ഡോക്ടറുടെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ആ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു അങ്ങനെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവർ പോയി, ഇനിയിപ്പോൾ പിറ്റേ ദിവസം രാവിലെ അവർ വരുള്ളൂ. അപ്പോൾ അത്രയും എമർജൻസി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കുന്നംകുളത്ത് വെറ്റിനറി ഹോസ്പിറ്റലിൽ എമർജൻസി ഡോക്ടറുണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് പോയി കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ആ ഡോക്ടറെ അടുത്തേക്ക് പോയി. ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇത് കാണിച്ച് കൊടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇത് ഭയങ്കര ഒരു സിറ്റുവേഷൻ ആയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഒരു 4 മരുന്ന്, ഇഞ്ചക്ഷൻ്റെ മരുന്നൊക്കെ എഴുതി തന്നു എനിക്ക്. അത് വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. രാത്രി ഒരു 8 മണിയാകുമ്പോൾ ഡോക്ടർ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 6 മണിയൊക്കെ ആയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ 1-2 കേസുകൾ അറ്റൻഡ് ചെയ്യാൻ പോവുമായിരുന്നു. എമർജൻസി ആയതുകൊണ്ട് വീട്ടിൽ പോയിട്ടാണ് രാത്രിയിൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഡോക്ടർ 8 മണിയാകുമ്പോഴേക്കും വന്നു. ഡോക്ടർ വരുമ്പോഴും ഇതേ അവസ്ഥ തന്നെ. അവൾക്ക് എണീക്കാൻ പറ്റുന്നില്ല, കണ്ണ് മിഴിക്കുന്നില്ല, ഒന്നിനോടും പ്രതികരിക്കുന്നില്ല അവൾ. പിന്നെ ഭയങ്കര ശബ്ദത്തിൽ ഈ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർക്കും കണ്ടപ്പോൾ എന്തോ തീരെ ഹോപ്പില്ലാത്ത പോലെയാണ് ഡോക്ടറും സംസാരിച്ചതൊക്കെ. ഡോക്ടർ പറഞ്ഞു, ഈ മരുന്ന് നമുക്ക് ഇഞ്ചക്ഷൻ 4 കൊടുക്കാം, എന്നിട്ട് ഈ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നാളെയും മറ്റന്നാളും ഇതേ ഇഞ്ചക്ഷനുകൾ കൊടുക്കണം. ഇനി മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തൃശ്ശൂരിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, അവിടെ പോയിട്ട് സ്കാൻ ചെയ്യണം, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഡോക്ടറുടെ സംസാരത്തിൽ തീരെ ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിൽ ഡോക്ടർ സംസാരിച്ചിരുന്നത്. മരുന്നുകളോട് പ്രതികരിക്കുമെന്ന് നമുക്ക് ആദ്യം നോക്കാമെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു വിഷമമായി. ഇവളാണെങ്കിൽ ഇങ്ങനെ ഒരു മരിച്ച പോലെ കിടക്കുകയാണ്, ഒരു ഇളക്കവും ഇല്ല. ബ്രീത്ത് ചെയ്യുമ്പോൾ ഭയങ്കര സൗണ്ട്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കിടത്തണം, അങ്ങനത്തെ ഒരു അവസ്ഥയായി. 2 ദിവസമായിട്ട് ഭക്ഷണവും കഴിച്ചിട്ടില്ല. പിന്നെ മരുന്നൊക്കെ അടിച്ച് ഡോക്ടർ പോയി. പിറ്റേ ദിവസം രാവിലെയൊക്കെ ഇതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു. ഒരു മാറ്റമില്ല അവളുടെ അവസ്ഥയ്ക്ക്. ഈ എന്താ പറയുക, ശ്വാസം എടുക്കുമ്പോഴുള്ള ആ സൗണ്ട്, അതായിരുന്നു നമുക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നത്. അങ്ങനെ മരിക്കാൻ കിടക്കുന്നവരൊക്കെ വലിക്കുക എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവൾ വലിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു ഒഴിവാക്കാൻ പറ്റാത്തൊരു ഫങ്ഷന് പോകേണ്ടതുണ്ടായിരുന്നു. ലഞ്ചിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോയി. ഞങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു അത്. 10-10:30 ആയപ്പോൾ ഞങ്ങൾ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പിറ്റേ ദിവസം ഡോക്ടർക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല, എമർജൻസി സർവീസ് ഇല്ല അന്ന്. അതുകൊണ്ട് നിങ്ങൾ 3 മണിക്ക് ഹോസ്പിറ്റലിൽ അടയ്ക്കണേക്കാട്ടി മുന്നേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞാൻ രാവിലെ 1-2 പ്രാവശ്യം ഡോക്ടറെ വിളിച്ചിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കാം,
നിങ്ങളൊരു 3 മണിക്ക് മുന്നേ എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഫംഗ്ഷന് പോകുമ്പോൾ ഇവിടെ ഇതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ വേഗം തിരിച്ച് വന്ന് ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണല്ലോ എന്ന് കരുതിയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും അവൾക്കൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അവൾ കണ്ണൊക്കെ തുറന്നു, പതുക്കെ എണീറ്റ് തുടങ്ങി. അപ്പോൾ ഞാൻ വന്നതോട് കൂടി പെട്ടെന്ന് അവൾക്ക് കുറച്ച് കഞ്ഞി കൊടുത്തു, ചൂടുള്ള കഞ്ഞി കൊടുത്തു. അപ്പോൾ അതൊക്കെ കുടിച്ചു അവൾ. അത് കുടിച്ച് ഞങ്ങൾ 3 മണിക്ക് മുന്നേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് വീണ്ടും 4 ഇഞ്ചക്ഷൻ അടിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയപ്പോൾ അവൾ തന്നെ കാറിലാണ് കൊണ്ടുപോയത്. കാറിലേക്ക് ഞങ്ങൾ എടുത്തിട്ടാണ് വെച്ചത്. അവിടെ ചെന്നപ്പോൾ അവിടെ അവൾ നടക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ ഞാൻ കയറി പിടിച്ചിട്ട് അവിടെയൊക്കെ അവിടെ നടത്തി. അപ്പോൾ അന്നത്തെ ദിവസം ഇഞ്ചക്ഷൻ അടിച്ചു. പിന്നെ പിറ്റേ ദിവസം നമ്മളേക്ക് അവൾ ഓക്കെ ആയിട്ടോ, ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു വന്നു. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം വീണ്ടും ഞങ്ങൾ കാറിൽ തന്നെ കൊണ്ടുപോയി ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. പിറ്റേ ദിവസം 4 ഇഞ്ചക്ഷൻ വീണ്ടും അടിച്ചു. കാരണം 3 ദിവസം ഈ ഇഞ്ചക്ഷൻസ് അടിക്കണം എന്ന് പറഞ്ഞിരുന്നത് ഒരു ആൻറ്റിബയോട്ടിക് കോഴ്സായിരുന്നു. അപ്പോൾ അതടിച്ച് 3-ാം ദിവസം ആകുമ്പോഴേക്കും അവൾ പെർഫെക്റ്റായി, ഓക്കെ ആയി. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ അവൾ നോർമലായിട്ടോ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പണ്ടത്തെ പോലെയായി. കുട്ടൂസിനൊക്കെ ആയിട്ട് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു അങ്ങനത്തെ വലിയൊരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്തിട്ട് അവൾ തിരിച്ചു വന്നു കേട്ടോ. അവൾ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ കരുതിയൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി അവൾ ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെയായി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ നിന്നൊക്കെ അവൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ആ അതൊക്കെ എടുത്ത ആ ഒരു വാക്സിൻ്റെ റിയാക്ഷനാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനോടൊക്കെ അത് ചോദിച്ചു. അവർ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവാൻ സാധ്യതയില്ല. അതിൻ്റെ ആവുകയാണെങ്കിൽ മാക്സിമം ഒരു പനിയേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടമൊന്നും ആ വാക്സിൻ എടുത്താൽ ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർമാർ ഉപദേശിച്ചത്, അവർ പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല, അവർക്കും ഡോക്ടേഴ്സിനും മനസ്സിലായില്ല. എന്നുകൊണ്ട് എന്താ അവൾക്ക് എത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് എന്താ വന്നതെന്നൊന്നും അവർക്കും മനസ്സിലായില്ലാന്ന് തോന്നുന്നു. അതിനെ അവർ പറയാതെയാണെന്നറിയില്ല. എന്തായാലും അവളിപ്പോൾ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് ഇപ്പോൾ പഴയ പോലെയായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മണിക്കുട്ടിക്ക് 2-3 ദിവസങ്ങളിലുള്ളിൽ സംഭവിച്ചത്. ഇപ്പോൾ ആൾ ഓക്കെ ആയി, ഒരു കുഴപ്പമില്ല, പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. അവളുടെ പ്രശ്നങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. പുറത്തേക്കൊക്കെ ഓടി പോകുന്നുണ്ട്, കറങ്ങാൻ പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഒക്കെ നോർമലാണ്. കുട്ടൂസും ഭക്ഷണമൊക്കെ നന്നായി കഴിക്കുന്നുണ്ട്, നല്ല വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, അതിനൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ ഉക്രപ്പനും കുട്ടൂസും ഇതുവരെ വന്നിട്ടില്ല. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് പോയിട്ടുള്ളതാണ്. പിന്നെ ഉക്രപ്പനെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. കുട്ടൂസ് ഉച്ചയ്ക്കൊന്ന് വന്ന് പോയി. അപ്പോൾ അവന് 2-4 കഷ്ണം ചിക്കൻ്റെ ഇതൊക്കെ കൊടുത്തു ഞങ്ങൾ. പിന്നെ അവൻ വന്നിട്ടില്ല. അപ്പോൾ ഉക്രപ്പനെ കണ്ടിട്ടുമില്ല. പിന്നെ എവിടെയാണെന്നറിയില്ല. ഞാൻ കുറേ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നോക്കി, ഒരിക്കലും കാണുന്നില്ല. കുട്ടൂസ് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്, ഉക്രപ്പനെ കാണുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ വീഡിയോയ്ക്ക് ശേഷം ഞങ്ങൾ നമ്മൾ കൊടുത്തയച്ച ഒരു കുഞ്ഞിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്.